അപ്പോൾ നിതിൻ അവിടെ ആദ്യഘട്ടത്തിൽ ഒരു യന്ത്രത്തകരാറുണ്ടായി പരിഹരിച്ചു. ഇപ്പം എങ്ങനെയാണ് വോട്ടർമാരുടെ നിര എങ്ങനെയാണ്? അമരമ്പലത്ത് മഴ പെയ്യുന്നുണ്ടോ നിതിൻ? ഹാഷ്മി, ഞാൻ നിൽക്കുന്നത് അമരമ്പലം പഞ്ചായത്തിലെ 230 നമ്പർ ബൂത്തിലാണ്. നേരത്തെ ഉണ്ടായിരുന്നത് പൂക്കാട്ടുപടം സ്കൂളിലായിരുന്നു. അവിടെയായിരുന്നു ആ ഒരു സാങ്കേതിക യന്ത്ര തകരാറുണ്ടായത്. ഇപ്പോൾ അത് പരിഹരിച്ച് സുഖമായി തന്നെ വോട്ടെടുപ്പ് നടക്കുന്നു. ഇപ്പോൾ കൂറ്റമ്പാറ ALP സ്കൂളിലാണ്. ഇവിടെ ഏതാണ്ട് ഒരു നീണ്ട ക്യൂ തന്നെ നമുക്ക് പ്രകടമാകുന്നുണ്ട്. രാവിലെ 6 മണി മുതൽ തന്നെ ആളുകൾ ഇവിടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നു. നേരത്തെ മഴ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അല്പം മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകൾ ആളുകൾ ഇങ്ങനെ വോട്ട് രേഖപ്പെടുത്താൻ എത്തുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ തന്നെ നിലമ്പൂരിലെ ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ബന്ധം. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ വലിയ പ്രാധാന്യമായിരുന്നു. ഇപ്പോൾ മുജീബ് റഹ്മാൻ ഇവിടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും പൊതുവെ അമരമ്പലം പഞ്ചായത്തിലെ സാഹചര്യം പരിശോധിച്ചാൽ 11 ബൂത്തുകളാണ്. ആ 11 ബൂത്തിൽ ഇപ്പോൾ സുഗമമായി തന്നെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പല ബൂത്തിലും ക്യൂ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മഴ അതൊരു തടസ്സമായിരുന്നു. അതെല്ലാം തന്നെ മഴ ഇപ്പോൾ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ആളുകൾ ഇവിടെ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നു. എന്തായാലും ഒരു വർഷത്തിനകം 2 തെരഞ്ഞെടുപ്പ് വീണ്ടും വരാനിരിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഉപതെരഞ്ഞെടുപ്പിന്റെ ആലസ്യമൊന്നും തന്നെ ഇല്ല. ആളുകളൊക്കെ തന്നെ രാവിലെ 6 മണി മുതൽ ഇവിടെ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകളും പുരുഷന്മാരെല്ലാം ഇവിടെ എത്തി വോട്ട് രേഖപ്പെടുന്ന കാഴ്ച നമുക്ക് കാണാം. പലർക്കും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി ജോലിക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഇവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ഇവരെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ ആളുകൾ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു ക്യൂ നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. നിലവിൽ ഇപ്പോൾ സമാധാനപരമായി തന്നെ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്.